ബഹുമാന്യരായ അധ്യക്ഷവേദിയിലെയും സദസ്സിലെയും നേതാക്കന്മാരെ, ഏറെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ അംഗീകാരവും അഭിമാനബോധവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു നിയോഗം എന്നെ പോലെ താരതമ്യേന ജൂനിയറായ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട്, കേരളത്തിലെ KSUക്കാരനെയും കോൺഗ്രസുകാരനെയും കൂടെ പ്രതിനിധീകരിച്ച് കിട്ടുന്ന ഒരു അവസരം എന്ന നിലക്ക് കോൺഗ്രസിന്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2021 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2016 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2011 പോലുമല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചതുപോലെ 2001 ആണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സുധാകരേട്ടൻ, ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത്, അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ മാധ്യമങ്ങൾ കുത്തിയും വളഞ്ഞു ഒടിച്ചും ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാരണവും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ. ഇത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്, ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരികയല്ല, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആരോടാനുണ്ടെന്ന് അന്വേഷിക്കുകയല്ല. ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഉസൈൻ ബോൾട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോഴും റെക്കോർഡുകൾ പറയുന്നത്. ഉസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു റിലേ ഓടുമ്പോ യോഹാൻ ബ്ലേക്ക് ഉണ്ടാവും, കാർട്ടർ ഉണ്ടാവും, ഫ്രൈറ്റർ ഉണ്ടാവും. സുധാകരൻ എന്ന അധികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായത് കൊണ്ടല്ലല്ലോ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മികച്ച വിജയങ്ങൾ, മികച്ചതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസുകളോട് അദ്ദേഹം കൂടെ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA നമ്മുടെ PCC പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവമായി നോക്കിക്കണ്ട ഒന്നാണ് 2022 അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വിജയം. ലയണൽ മെസ്സി എന്ന അധികായൻ അതിന് നേതൃത്വം നൽകുമ്പോഴും അതൊരാളുടെ വിജയമായിരുന്നില്ല. പ്രിയപ്പെട്ട KC അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണെന്ന്. ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എമി മാർട്ടിനസിന്റെ കാലിൽ തട്ടി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഡി മരിയ ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ്. അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം 26-ലെ കോൺഗ്രസിന്റെ UDFന്റെ വിജയമാണ്. അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് ആണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. അതിനെ ഇൻ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അതിനെ ഉൾക്കൊള്ളുന്നു. അതാണ് ഇന്നലെ KPCC പ്രസിഡന്റ്, നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഇതൊരു പദവിയല്ല, ഇതൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതും ഇതൊരു ടീം ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതിനെ അന്വർത്ഥമാക്കുമെന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സന്ദർശനം ഉണ്ടായത്. വിശ്വനാഥ് മല്ലേട്ടനോട് സൂചിപ്പിച്ചു. ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി. MG കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും KCF ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ഇട്ടു. ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന് 42 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ 2 ദിവസം വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടു നിൽക്കേണ്ടി വരിക. 9-14 വയസ്സ് മാത്രമുള്ള 2 മക്കളാണ്.
2 വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി 7 കൊല്ലം കൊണ്ടു നടന്നിട്ട് 9ാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതൊന്ന് മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ MG കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണുന്നതായിട്ട് വരുന്നത്. ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ, നമ്മുടെ കൊല്ലത്തെ സുധീർ ശാസ്താംകോട്ട്, ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന വിനോദ് കോട്ടുകാൽ, നമ്മുടെ പ്രകാശേട്ടനും സതീശേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാന് ഈ നാടിന്റെ ജനതയുടെ ആരോഗ്യം നോക്കാൻ ഉത്തരവാദിത്വം ഒരു മഹാപ്രസ്ഥാനം. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തകരുടെ ആരോഗ്യവും ജീവനും ജീവിതവും കൂടെ ഒരു കൺസേണായി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ, അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവർ പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്ത് പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല, എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ആ പ്രവർത്തകന്റെ തല താഴരുത്, അവന്റെ മനസ്സുമടുക്കരുത്, അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലെ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൺസേൺ ഉണ്ടാവുന്ന തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. KPC പ്രസിഡന്റ് തന്നെ മറ്റൊരവസരത്തിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട AK ആന്റണി സാറെ കണ്ടിറങ്ങുമ്പോൾ അദ്ദേഹം സണ്ണി വക്കീലിനെ പറ്റി പറഞ്ഞൊരു വാചകം, 50 വർഷം മുമ്പ് രാത്രി 1:30 മണിക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോ നട്ടപ്പാതിര നേരത്തും AK ആന്റണി മുന്നോട്ടെന്ന് ആ ഉളിക്കൽ ഗ്രാമത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പഴയ KSUക്കാരന് ഇന്നിവിടെ കൈ കൊടുക്കുമ്പോ ആ ജേണിയിൽ ഉടനീളം എടുത്തു നോക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, MLA ആയതോ DCC പ്രസിഡന്റ് ആയതോ അതിൽ മറ്റു പദവികളിലേക്ക് വന്നതോ എല്ലാത്തിനും അപ്പുറത്തേക്ക് എന്താണ് സണ്ണി വക്കീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഡിഫൻസിലായിട്ടില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ, കോൺഗ്രസ് പ്രവർത്തകൻ ഈ യാത്രയിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്റഗ്രിറ്റി. ആ ഇന്റഗ്രിറ്റിയുള്ള ഒരു ലീഡർഷിപ്പ് വരുമ്പോ അദ്ദേഹം ഉപയോഗിച്ചത് മുഴുവൻ നമ്മൾ, ഞങ്ങൾ, ടീം എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് തെളിയിച്ചതാണ്. അതിന്റെ കൂടെ പ്രിയപ്പെട്ട വിഷ്ണുവേട്ടന്റെയും മല്ലേട്ടന്റെയും ബഹുമാന്യനായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ കൂടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവരുടെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ACC സെക്രട്ടറിമാർ, MLA മാർ, യുവ നേതൃത്വം, ഞാൻ പറയുന്നു പദവിയിൽ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടത് ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണെങ്കിൽ ഇതിനെ നയിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കില്ല. ഈ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഇവിടെ വരാത്തവരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും മുഴുവൻ കഴിവുകളെ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള വിശാലമായ ചിന്താഗതിയോടെ ഇത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റും, ജനങ്ങളെ കേൾക്കും. ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ സ്റ്റേറ്റ് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോ വേണ്ട, ഈ സംസ്ഥാനത്തോട് ഒരു മടുപ്പ് വേണ്ട, കോൺഗ്രസ് വരാൻ പോകുന്നു, നിങ്ങൾക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ നമുക്കൊറ്റക്കെട്ടായി കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ അനുഗ്രഹത്തിന്, സ്നേഹത്തിന്, അതുപോലെ തന്നെ ഈ പ്രാപ്തിയിലേക്ക് മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ വടകരയിലെ ജനങ്ങൾ നൽകുന്ന നിസ്സീമമായ പിന്തുണ അത് പാർട്ടി ഇത്തരം ഒരു പരിഗണനക്ക് കാരണമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ജനതയോടും ആ യാത്രയിൽ കരുത്തു പകർന്ന പാലക്കാട്ടെ ജനതയോടും ഈ KSU യൂത്ത് കോൺഗ്രസുകാരോടും നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു, നമ്മുടെ ജനങ്ങളുടെയും യുവജനങ്ങളുടെയും ശബ്ദമായി പാർട്ടിക്കൊപ്പം, മുന്നണിക്കൊപ്പം ഈ കേരളത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഈ കോൺഗ്രസ് ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പും വാക്കും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. അവസരം തന്ന നേതൃത്വത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല, പ്രവൃത്തി കൊണ്ട് കാണിക്കും. ഈ വഴിയിലെല്ലാം വെളിച്ചമായി നിന്ന, അനുഗ്രഹം ചൊരിഞ്ഞു നിന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ ആ നേതാവിന്റെ പാതയിലൂടെ ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുമായി പാർട്ടി എഴുതി ചേരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ലീഡറുടെയും ആർശങ്കരുടെയും സ്മൃതി കുടീരങ്ങളിൽ കൂടെ പോയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാം, പാർട്ടിയെയും മുന്നണിയെയും തിരിച്ചു കൊണ്ടുവരാം. ഈ ഒറ്റ കാര്യം കൂടെ കേസിയിട്ട് പറയാൻ ആഗ്രഹിക്കും. കണ്ണിന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഉണ്ടാവുന്നത് ഗുരുതരമായ അടി തലക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സമരങ്ങളിൽ ഈ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സമരം ചെയ്യുന്നവർ അവരവരുടെ വീടിന്റെ അതിർത്തി തർക്കത്തിന് വേണ്ടിയല്ല,
നാട്ടിലെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന് ഞാൻ മരണകാരണത്തെ പ്രെഡിക്റ്റ് ചെയ്യല്ല, പക്ഷെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ചോരയൊലിപ്പിച്ച് തലകുത്തി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം ഈ 10 വർഷം കണ്ടിടത്തോളം ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല. അതൊരു ഭരണകൂടത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. അതിലൊരു അറുതി വരുത്തണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനം, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടി നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനമാണ്. ഒപ്പം നമ്മൾ നാളെ അധികാരത്തിൽ വന്നാലും അന്നത്തെ പ്രതിപക്ഷത്തിന്റെ തല നോക്കിയടിക്കുന്ന പോലീസ് ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇവിടെ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പും നേതൃത്വം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ സുധാരേട്ടൻ നടത്തിയ പ്രഖ്യാപനം അതോടൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചു. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചുമതല ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു അഭിമാന ബോധം മനസ്സിൽ തോന്നുന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ ശ്രീ MM ഹസൻ അദ്ദേഹത്തിന്റെ പേരുകൾ ചുവരിൽ എഴുതിക്കൊണ്ടാണ് അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി തുടക്കം. ആ തുടക്കം ഇന്ന് അദ്ദേഹത്തിൽ നിന്നും ആ ചുമതല ഏറ്റെടുക്കുവാൻ എനിക്കൊരു മഹാഭാഗ്യം ലഭ്യമായി എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭയിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു കുറെ അധികം നാളുകൾ അദ്ദേഹവുമായി പ്രവർത്തിക്കാറുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചു. എന്തായാലും ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഈ അവസരത്തിൽ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്ത ബോധത്തോടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പോലെ 2025 2026 എന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു. UDFന്റെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാമൂഹ്യ സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് ബഹുമാന്യരായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരായ ശ്രീ KC വേണുഗോപാലും അതുപോലെ തന്നെ നമ്മുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും ഞാൻ തുറന്നു നൽകിയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ആവശ്യം നമ്മൾക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നേതാക്കന്മാരാണ്. നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏവർക്കും ഏതവസരത്തിൽ എന്നെ നിയന്ത്രിക്കാം, എന്നോട് കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, ഒരു പോരാട്ടം നടത്തുവാൻ കേരളത്തിൽ ഇനിയുള്ള നാളുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പറയുന്നു. 5 തവണ കോന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. 5 തവണയും കോന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാനുള്ള അവസരവും കോന്നിക്കാർ എനിക്ക് നൽകി. ഞാൻ അവരോട് എന്നും എപ്പോഴും നന്ദിയുള്ളവരാണ്. അതുപോലെ തന്നെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്റെ പാർട്ടി എന്നോട് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് മത്സരിക്കുകയാണ് ചെയ്തത്. 2024 തെരഞ്ഞെടുപ്പും എനിക്കറിയാം, ഞാൻ അല്പം വിമുഖത കാണിച്ചപ്പോൾ
ഇവിടെ ഇരിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ എന്നെ വിളിച്ചൊരു ഉപദേശം. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത്. ഞാൻ ആ മത്സര രംഗത്ത് സത്യത്തിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചു എങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി കിട്ടുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സഹായിച്ചു, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റും. ഇന്ന് നമ്മളൊരു കാര്യം കാണേണ്ടത്, ഇന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പലയിടങ്ങളിലും, ഞാൻ എല്ലാ ഇടങ്ങളെ കുറിച്ച് പറയുന്നില്ല, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രം ഞാൻ പറയുന്നു, കള്ള വോട്ടുകളിലൂടെ മാത്രമാണ് പലപ്പോഴും വിജയിച്ചത്. ആ കള്ള വോട്ടുകൾ നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ആ തയ്യാറെടുപ്പ് നടത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും അതിന് സഹായിച്ച് അനുഗ്രഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നും എപ്പോഴും ഉണ്ടാകണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പുതിയതായി ചുമതല ഏറ്റെടുത്ത KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ, മറ്റു ബഹുമാന്യരായ നേതാക്കന്മാരെ, സമയമേറെ വൈകി പ്രസിഡന്റിന്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. വളരെയധികം സംതൃപ്തിയും സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് വ്യക്തിപരമായ എനിക്ക്. ഞാൻ 2002 ഈ KPCC ഓഫീസിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് KPCCയുടെ പ്രസിഡന്റായിരുന്നത് ബഹുമാനായ ശ്രീ K. മുരളീധരൻ അവர்களായിരുന്നു. പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അവர்களായിരുന്നു. പിന്നീട് എനിക്ക് KPCCയുടെ പ്രസിഡന്റുമാരായ ശ്രീ VM സുധീരന്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും ശ്രീ MM അച്ഛനോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ അവர்களാണ് അദ്ദേഹത്തിന്റെ ടീമിൽ അംഗമായി ആദ്യമായി AICCയുടെ സെക്രട്ടറിയായി, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ആയ അവസരത്തിൽ കർണാടകത്തിൽ AICCയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. എന്നോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, തെലങ്കാനയിൽ പോയി AICCക്ക് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നു, ആവശ്യമായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലങ്കാനയിലും പോയി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു. ബഹുമാന്യായ ദീപാദാസ് മുൻഷിയോടൊപ്പം അവിടെ AICC സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, KPCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ AP അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. എന്നെ അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു കാറിലാണ് രാവിലെ 6 മണിക്ക് തൃശ്ശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ ശ്രീ K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോയത്. അതേ കാറിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചത്. അതേ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ R. ശങ്കരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. ഇത് കേവലം പ്രതീകാത്മകമായ യാത്രയായി മാത്രം കാണുന്നില്ല. ആ ഒരു കാറ് നേരത്തെ ജനറൽ സെക്രട്ടറി സംഘടന DSO സൂചിപ്പിച്ചതുപോലെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നതിന്റെ തുടക്കമായി തന്നെ ഞങ്ങൾ അതിനെ കാണുകയാണ്. ആ കാറ് എന്ന് പറയുന്നത് 4 പേര് മാത്രമുള്ള കാറല്ല. കേരളത്തിലെ ബൂത്ത് തലം മുതൽ KPCC തലം മുതലെയുള്ള ഈ വേദിയിലുള്ള മുഴുവനായ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വാഹനമാണ്. 26-ൽ രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹനമാണ് ഇന്നലെ മുരളി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ അർഹിക്കുന്നുണ്ട്.
അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുണ്ടറയിലെ ജനങ്ങൾ, ഞാൻ ACC സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്തും അവിടെയൊക്കെ പോകേണ്ട സമയത്ത് ധൈര്യമായിട്ട് പയ്യോ പാർട്ടി പറഞ്ഞ ഒരു ഉത്തരവാദിത്തമല്ലേ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തന്ന ധൈര്യം പ്രിയപ്പെട്ട കുണ്ടറക്കാരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവർക്ക് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ആദരണീയനായ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, വേദിയിലുള്ള പുരുഷരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയ പരിമിതി ഉള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കും. ഞാൻ സാന്ദർഭികമായി ഓർത്തുപോയ ഒരു കാര്യം ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. കോൺഗ്രസിന്റെ ഭാരവാഹിയായി അദ്ദേഹം നോമിനേറ്റ് ചെയ്തത് 1987 കേരള മാർച്ചിന് തൊട്ടുമുമ്പ് ഞങ്ങൾ രണ്ടുപേരെയാണ് അന്ന് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളായി അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്. ഞാനത് ഓർക്കാൻ കാരണം അന്ന് നോമിനേറ്റ് ചെയ്ത, എന്നോടൊപ്പം നോമിനേറ്റ് ചെയ്ത ശ്രീ M.M. ബഷീർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അകാലത്തിൽ മരിച്ചു. അതിനുശേഷം അതിനു മുമ്പും KSUവിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലം. അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ പാർട്ടി എനിക്ക് നൽകിയ അവസരങ്ങളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ. 96 നിയമസഭയിൽ ആദ്യം മത്സരിച്ചു. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ശ്രീ പ്രതാപവർമ്മ തമ്പ, ഞങ്ങൾ 4 പേരുമാണ് അന്ന് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതാണ്. അന്ന് ഭാഗ്യമെന്ന് പറയട്ടെ ശ്രീ KC വേണുഗോപാൽ മാത്രമാണ് അന്ന് വിജയിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ ഞാനും VD സതീശനും പ്രതാപവർമ്മ തമ്പാനും അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പിന്നീട് 2001 വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടിയത്. ശ്രീ VD സതീശൻ സൂചിപ്പിച്ച പോലെ 1/4 നൂറ്റാണ്ട് പിന്നിടുകയും ആ 1/4 നൂറ്റാണ്ട് പിന്നിടുന്നതിൽ എനിക്കല്ല അഭിമാനമുള്ളത്, എന്നെ സഹായിച്ച വണ്ടൂരിലെ ജനങ്ങളോട് എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന വണ്ടൂരിലെ ജനങ്ങളെ വിസ്മരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വിഷ്ണു പറഞ്ഞു ഇന്നലത്തെ യാത്രയെ കുറിച്ച്. ആ യാത്രയ്ക്കിടയിൽ പത്രക്കാരെ കണ്ടു KPC പ്രസിഡന്റ് ബഹുമാനായ സണ്ണി ജോസഫ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നാളെ ചുമതലയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ ഞങ്ങൾ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ശ്രീ അടൂർ പ്രകാശ്, ശ്രീ PC വിശ്വനാഥൻ, ശ്രീ ഷാഫി പറമ്പിൽ, ഞങ്ങളല്ല. ഞങ്ങളോടൊപ്പം തന്നെ ചാർജ് എടുക്കുന്നത്, ചുമതലയെടുക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാം. കാരണം നമുക്ക് ഒരു ഉത്തരവാദിത്വം, നമുക്ക് ഒരുമിച്ച് ചേർന്ന ഉത്തരവാദിത്വം, ഒരു വഴി വെട്ടുക, വഴി തുറക്കുക. ആ വഴി വെട്ടുന്നത് മറ്റൊന്നിനുമില്ല, ആ വഴി വെട്ടിക്കൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് ആ വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ന് BJP ഗവൺമെന്റ് അതിശക്തമായ പോരാട്ടം നടന്ന ഒറ്റയാൾ പട്ടാളമാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആർക്കും തർക്കമില്ല. ആ രാഹുൽ ഗാന്ധി ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ സാമൂഹ്യ നീതിയുടെ മുദ്രാവാക്യം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലരും അത് അപക്വമാണ് എന്ന് പറഞ്ഞവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റും അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് പോകേണ്ട സാഹചര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് അത് ആവർത്തിച്ച് പറയേണ്ട കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഇന്നലകളിൽ കടന്നു വന്ന വഴികളിൽ എനിക്ക് താങ്ങായി, എനിക്ക് സഹായമായി, എനിക്ക് പിന്തുണയായി എല്ലാവരും പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ആത്മാർത്ഥതയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.